നമസ്കാരം. രാഷ്ട്രീയ അടിമത്തം ബാധിച്ചവരാണ് മലയാളികളിൽ കൂടുതൽ പേരും. അവരുടെ നേതാക്കളെ വിമർശിച്ചാൽ, അവരുടെ നേതാക്കൾ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ അവർ അവരുടേതായ രീതിയിൽ സൈബർ ആക്രമണം നടത്തും. ഇത് പിണറായി വിജയൻ്റെ കാലത്ത് മാത്രമല്ല, പിണറായി വിജയൻ്റെ കാലത്ത് അല്പം കൂടുതലായിരുന്നു. കാരണം പിണറായി വിജയനെ വിമർശിക്കുന്നവരെയൊക്കെ പോലീസിനെ കൊണ്ട് നേരിടുന്ന ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷവും അതിനു മുമ്പും ഇപ്പോഴുമൊക്കെ വളരെ ശക്തമായിട്ടാണ് അന്തം കമ്മികൾ സമൂഹ മാധ്യമത്തിലൂടെ പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിജയനെയും ഒക്കെ വിമർശിക്കുന്നവരെ ആക്രമിക്കുന്നത്. കോൺഗ്രസിൻ്റെ കാര്യവും വ്യത്യസ്തമൊന്നുമല്ല. BJPയും സമാനമായിട്ടുള്ള ചിന്താഗതിക്കാരാണ്. പക്ഷേ അവരുടെയൊക്കെ തീവ്രത കുറച്ച് കുറവാണെന്ന് മാത്രം. ഇവിടെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തിയ പത്രലേഖകരോട് നടത്തിയ, മാധ്യമപ്രവർത്തകരോട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പെരുമാറ്റത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് KM ഷാജഹാൻ DNA ന്യൂസിലൂടെ ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റുകൾ അത് ശ്രദ്ധിച്ചാൽ അറിയാം ഇവർക്കൊക്കെ എത്രമാത്രം ചിന്താശേഷിയുണ്ട് എന്നുള്ള കാര്യം. തെറ്റ് ചെയ്യുന്നത് ആരാണോ, അത് എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ശരി. പക്ഷേ ഇതങ്ങനെയല്ല. ചൂണ്ടിക്കാണിക്കുന്നവരെ അത് ശരിയാണോ എന്ന് ചിന്തിക്കാതെ അവരെ തെറി വിളിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ്സുകാർക്ക് പോലും ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മുമ്പ് പ്രളയം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ തൻ്റെ വിദേശയാത്ര മാറ്റിവെച്ചുവെന്ന് MV ജയരാജൻ ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് കണ്ട് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് G ശക്തിധരൻ അതിന് മറുപടി എന്നോണം തൻ്റെ സമൂഹ മാധ്യമത്തിലൊരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രകാശ് കാരാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രളയ സമയത്ത് പ്രകാശ് കാരാട്ട് കേരളത്തിലേക്ക് വന്നതും മഴ കാരണം അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ, ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നതും, അദ്ദേഹം പ്രളയം ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാതെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയതുമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് MV ജയരാജൻ്റെ പോസ്റ്റിന് മറുപടിയായി G ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കാലവർഷം തിമിർക്കുമ്പോൾ മലയാളി കാരാട്ടിനെ മറക്കില്ല എന്ന തലക്കെട്ടിലായിരുന്നു ആ കുറിപ്പ്. ഒരു പഴങ്കഥ കേൾക്കണോ? സഖാവ് പ്രകാശ് കാരാട്ട് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം. CPM കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാന തീരുമാനങ്ങൾ കേരളത്തിൽ 3 മേഖലകളായി തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കേന്ദ്ര കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരുന്നത് സഖാവ് പ്രകാശ് കാരാട്ടിനെയായിരുന്നു. താരമായിരുന്നു അക്കാലത്ത് സഖാവ് പ്രകാശ് കാരാട്ട്. പാർട്ടി അണികളുടെ സമരാരാധ്യൻ, നാളത്തെ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ പടനായകൻ എന്ന എന്നെപ്പോലുള്ള വിഡ്ഢികൾ ഓരോ രാവും പകലും സ്വപ്നം കണ്ടിരുന്ന നാളുകൾ. കാലവർഷം തിമിർത്തു നിൽക്കുമ്പോഴായിരുന്നു കേരളത്തിലെ ഈ യോഗങ്ങൾ. കാലവർഷ മരണങ്ങൾ പെരുകി. തിരുവനന്തപുരത്തും കൊച്ചിയിലും മേഖലാ യോഗങ്ങൾ നടന്നപ്പോൾ കോഴിക്കോട് യോഗം കാലവർഷക്കെടുതി കൂടുതൽ മൂർച്ഛിച്ചതുമൂലം നടന്നില്ല. സഖാവ് പ്രകാശ് കാരാട്ട് കോഴിക്കോട് വിചാരിച്ച പോലെ എത്തിയെങ്കിലും ഹോട്ടലിൽ കുടുങ്ങി. അവസാനം പരിപാടി റദ്ദാക്കി. വയനാട്ടിൽ ചുരമിറങ്ങി മൃതശരീരങ്ങൾ നിരനിരയായി സമതലങ്ങളിൽ എത്തിച്ചിട്ടും സഖാവ് പ്രകാശ് കാരാട്ടിന് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം സന്ദർശിക്കണമെന്നോ അന്ത്യോപചാരം അർപ്പിക്കണമെന്നോ തോന്നിയില്ല. അദ്ദേഹം ഒരു കൂസലുമില്ലാതെ ആകാശഗംഗയിലൂടെ ഊളിയിട്ട് കോഴിക്കോട് നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറക്കുകയായിരുന്നു അന്ന്. വയനാട്ടിൽ ചത്തുമലച്ചവർ സഖാവ് പ്രകാശ് കാരാട്ടിന് ആരുമല്ലല്ലോ. അവിടെ AKG ആയിരുന്നുവെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിണറായി വിജയൻ പ്രകൃതി ദുരന്തം കാരണം ഒരിക്കൽ കുടുംബസമേതമുള്ള വിദേശ ഉല്ലാസയാത്ര നീട്ടിവെച്ചത് മഹാകാര്യമാണെന്ന് MV ജയരാജൻ ഇവിടെ കഥ എഴുതിയത് കണ്ടപ്പോഴാണ് ഇതും കൂടി ഇവിടെ കിടന്നോട്ടെ എന്ന് ചിന്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് G ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരിയാണ്. കാരണം ഇപ്പോഴത്തെ നേതാക്കൾക്കൊന്നും പഴയ നേതാക്കളുടെ ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഉണ്ടായിരുന്ന അവസാനത്തെ നേതാവാണെന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹമായിരുന്നു ഇത്തരത്തിൽ മനുഷ്യപ്പറ്റുള്ള ഒരു നേതാവ്. അതിനുശേഷം പിന്നെ അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഇന്ന് പേരിന് പോലും ഒരു നേതാവിനെ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയില്ല. അവരെല്ലാവരും ആഡംബരങ്ങളിൽ അഭിരമിച്ചു ജീവിക്കുന്നവരാണ്. അവരുടെ എല്ലാം ചിന്ത അവരുടെ അധികാരത്തിലെത്തിച്ച നമ്മൾ വോട്ടർമാരെല്ലാം അവരുടെ അടിമകളാണ് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ മുമ്പ് പിണറായി വിജയനും ഇപ്പോൾ VD സതീശനും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകും. G ശക്തിധരനെ പോലെയുള്ളവർ ഇനിയും ഉണ്ടാകും ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ. ഇതെല്ലാവർക്കും ഒരു പാഠമാകും എന്നൊന്നും കരുതുന്നില്ല. കാരണം ഇവർക്കൊന്നും ഒരു വീണ്ടും വിചാരവും ഉണ്ടാകില്ല. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഒരു ഓർമ്മകളായി കിടക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ അതിൻ്റെ പകരം വീട്ടുകയും ചെയ്യും.